സീറ്റ് തേടെ പോയി കുറേ നേരം ഞാൻ തപ്പാൻ തുടങ്ങിയിട്ട്. ആ ദാ ഇതാരാ? എന്തെങ്കിലും ആവട്ടെ. ഞാൻ ഈ 3-4-5 മണിക്കൂർ എന്ത് ചെയ്തിരിക്കും? വല്ല ബുക്കും വായിക്കാം. ബുക്ക് വായിച്ച് മടുത്തു. ഇതെന്താണിത്? ഇയാൾ കുറേ നേരമായിട്ട് ഇതേൽ തന്നെയാണല്ലോ. ഒന്ന് കണ്ണുപോലും ചിമ്മുന്നില്ല. എന്തെങ്കിലും ചോദിക്കണോ? വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാലോ? ഞാനിപ്പോൾ എന്ത് ചോദിക്കും? ഹലോ, Rabbawe Rabbawe എന്താ? അത് പിന്നെ ഞാനിവിടെ വന്നിരുന്നിട്ട് 1-2 മണിക്കൂറായി. അപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഞാനിവിടെ വന്നിരുന്നത് കണ്ടുപോലുമില്ല. പിന്നെ 1-2 മണിക്കൂറായിട്ട് ഇങ്ങനെ കണ്ണ് ചിമ്മാതെ എന്തോ ആലോചിച്ചിരിക്കല്ലേ. ഞാൻ അത് വെറുതെ ചോദിച്ചതാ. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണല്ലേ? അത് പിന്നെ ഞാൻ വെറുതെ ചോദിച്ചതാ. അന്ന അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? തൻ്റെ അടുത്തിരിക്കുന്ന ഡയറിയിൽ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്ന മാത്യു അല്ലേ? ശരിയാണല്ലോ. പിന്നെ താൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു സ്റ്റോറി റൈറ്റർ, ഓതർ എന്നൊക്കെ പറയാം. അല്ല, അത്ര വലിയ റൈറ്ററൊന്നും അല്ല. ചെറുതായിട്ട് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്ത് എഴുതാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, കൊള്ളാലോ. സോറി കേട്ടോ, എൻ്റെ കാര്യം പറഞ്ഞു തൻ്റെ കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. എനിക്ക് എപ്പോഴും ഉള്ള കുഴപ്പമാണ് അത്. വിരോധമില്ലെങ്കിൽ തൻ്റെ പേരെന്തുവാ? എന്നെപ്പറ്റി പറഞ്ഞിട്ടും ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ അലൻ. ഓക്കെ, എന്നാ അലനിപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ അങ്ങോട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാ പറയണോ? അത് പിന്നെ എന്നാ വേണ്ട, ഞാൻ പറയാം. നാടെവിടെയാണോ? അല്ല. പിന്നെ എന്തുവാ, വല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണോ? അതുമല്ല. അയ്യോ, അതും അല്ലേ. പിന്നെന്താ? ലവ്വറെ കാണാൻ പോവാണോ? ഓഹോ, അപ്പം അത് തന്നെ കാര്യം. എന്നാൽ പിന്നെ വീണ്ടും വിരോധമില്ലെങ്കിൽ എന്നോടും കൂടെ പറഞ്ഞു കേട്ടോ നിങ്ങളുടെ ലവ് സ്റ്റോറി. ഞാൻ കേൾക്കാൻ റെഡിയാ. തനിക്ക് ഞങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കാൻ അത്ര ആഗ്രഹമുണ്ടോ? കുറച്ച് സമയമെടുക്കും. കുറച്ച് വലിയ കഥയാണ്. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും സ്റ്റേഷനെത്താൻ ഇനി ഒരു 2-3 മണിക്കൂർ പിടിക്കും. ആ സമയത്ത് വെറുതെ ഇരിക്കുന്നതിനേക്കാളും ഭേദം തൻ്റെ ലവ് സ്റ്റോറി കേൾക്കുന്നതല്ലേ. എന്നാൽ ഓക്കെ, ഞാൻ പറയാം. അന്ന് ആ മഴയുള്ള ദിവസമായിരുന്നു. കോളേജിലെ എൻ്റെ ആദ്യ ദിവസം.
എല്ലാവരും മറുതേടി ഒഴിയുമ്പോഴും ആ മഴ ഒന്ന് നനയാനായി ഞാൻ അവിടെ നിന്നു. അപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. വേഗം പറഞ്ഞോളൂ, തനിക്ക് റെഡ് വേണോ വൈറ്റ് വേണോ? ഇത് എനിക്കാണോ? അതെന്നെ, തനിക്ക് തന്നെയാ. വേഗം പറ. എനിക്ക് റെഡ് മതി. ഓക്കെ, ഇതാ പിടിച്ചോ. ആ പിന്നെ, എന്താ ഈ മഴയത്ത് ഇറങ്ങി നിൽക്കുന്നേ? നല്ല പനിയും വരില്ലേ? ഇങ്ങ് വന്നേ. അത് പിന്നെ താനിവിടെ പുതിയ ആളാണോ? അതെ. ആ, ഞാനും അതെ. ഞാനും ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാ. എന്നാൽ ശരി, ഇനി ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അല്ല, അപ്പോൾ ഈ റോസ്? ഏതായാലും ആദ്യമായിട്ട് വന്നല്ലേ, എൻ്റെ ഒരു സമ്മാനമായിട്ട് കയ്യിലിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവൾ ഓടിപ്പോയി. ഇതുവരെ അനുഭവപ്പെടാത്തൊരു തോന്നൽ. പെട്ടെന്ന് ബെല്ലടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഒന്നും നോക്കാതെ ഞാൻ ക്ലാസ്സിലേക്ക് ഓടിക്കേറി. എത്തിയതും ഞാൻ അവിടെ ഒന്ന് കണ്ണോടിച്ച് നോക്കി. പണ്ട് മുതലേ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ പുതിയ സ്ഥലം, പുതിയ ആൾക്കാരെന്നൊക്കെ പറയുന്നത് ഒരു പേടിയായിരുന്നു. ഒരുപാട് അറിയാത്ത ആൾക്കാരുടെ മുഖങ്ങൾക്കിടയിൽ എനിക്ക് പരിചയമുള്ളൊരു മുഖം ഞാൻ കണ്ടു. അതെ, അവളുടേത്. എന്നെ കണ്ടതും അവൾ എന്നെ നോക്കി ചിരിച്ചു. പക്ഷെ ഞാനൊന്നും കാണാത്ത പോലെ ബാക്കിൽ ചെന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും തിരിഞ്ഞു നോക്കി. പക്ഷെ ഞാൻ അപ്പോഴും ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ തന്നെയായിരുന്നു. അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. എന്താ എനിക്കറിയില്ല. ആ ദിവസം കഴിഞ്ഞും ഒരുപാട് തവണ അവൾ എന്നോട് സംസാരിക്കാൻ വന്നെങ്കിലും ഞാൻ മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പക്ഷേ ദിവസങ്ങൾ പോകും തോറും എനിക്ക് അവളോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൂടി വന്നു. ആ ആഗ്രഹം കാരണം കുറെ കൂടെ ഞാൻ അവളെക്കുറിച്ച് പഠിച്ചു. ആ കോളേജിൽ അവളറിയാത്ത ആരുമില്ലായിരുന്നു. ആരോടെങ്കിലും ആ എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്ന കുട്ടി ആരാന്ന് ചോദിച്ചാൽ അവർ പറയും ഏഞ്ചൽ. അതായിരുന്നു അവളുടെ പേര്. അതാരാ? നല്ല പരിചയമുള്ള ശബ്ദം. നോക്കിയാലോ? മിഴിയാകെ തേടും കാവ്യം നീയാണ്, മീട്ടും വിരലുകൾ ഇന്നും ഞാനാണ്. കാതാകെ കേൾക്കും പാട്ടിൽ നീയാണ്, മൂളും ചുണ്ടുകൾ ഇന്നും ഞാനാണ്. നീ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. എക്സ്ക്യൂസ് മീ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ഏഞ്ചലോ? ആ, അതിലെന്താ, വന്നോളൂ.
ഞാൻ ഈ വഴി വന്നപ്പോൾ ഏതോ ഒരു പരിചയമുള്ള ശബ്ദം കേട്ടു. വന്നു നോക്കിയപ്പോൾ ആരോ ഇരുന്ന് പാടുന്നു. ആരായിരുന്നാവോ? അത് പിന്നെ ഞാൻ ക്ലാസ്സിലാരുമില്ല അന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ പാടി നോക്കിയതാ. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ തൻ്റെ പാട്ട് കഴിയാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തത്. അല്ല, ഇത്രയും നല്ല ശബ്ദം ഉണ്ടായിട്ടെന്താ ഞങ്ങളോട് ആരോടും മിണ്ടാതിരുന്നേ? ആ, അതറിയായിരുന്നു. എന്നിട്ടാ ഞങ്ങളോട് ആരോടും സംസാരിക്കാതിരുന്നേ അല്ലേ? ആ, ഇനിയിപ്പോൾ നമ്മൾ കൂട്ടായില്ലേ, ഇനി എന്നോടെങ്കിലും സംസാരിക്കണം കേട്ടോ. അത് പിന്നെ എനിക്ക് എൻ്റെ സ്വന്തം പേര് പോലും ബാക്കിയുള്ളവരോട് പറയാൻ എന്തോ പേടിയാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആരോടൊന്നും സംസാരിക്കാതിരുന്നേ. സ്വന്തം പേര് പോലും പറയാൻ കഴിയാത്തത് വേറൊരു കഴിവുകേടായിട്ട് കാണരുത്. അത് നമ്മുടെ ആത്മവിശ്വാസത്തെ എത്രത്തോളം കളയുമെന്ന് നമുക്ക് പിന്നെ മനസ്സിലാവും. എനിക്കും സ്വന്തം പേര് പോയിട്ട് ഒരാളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പേടിയായിരുന്നു. വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? പക്ഷേ എന്നെ മാറ്റിയെടുത്തത് എൻ്റെ ചേച്ചിയാണ്. ഞാൻ ഇത്രയും ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, അതെൻ്റെ ചേച്ചി കാരണം മാത്രമാണ്. എനിക്കതുപോലെ മാറാൻ പറ്റുമെങ്കിൽ തനിക്കും പറ്റും. എനിക്കും മാറണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാടാണെന്നല്ലേ എനിക്ക് മനസ്സിലാവും. താൻ എനിക്കൊരവസരം താ. എന്നെ വിശ്വസിക്കുമെങ്കിൽ ഞാൻ തന്നെ മാറ്റിയെടുക്കാം. ഞാൻ ഉറപ്പ് തരാം, എന്നെ കൊണ്ട് പറ്റും. ആദ്യം തന്നെ തൻ്റെ പേരൊന്ന് പറ, അത് കേൾക്കട്ടെ. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ പേര് അലൻ. അരൺ ഇനി ഏഞ്ചൽ മാറ്റിയെടുക്കും. അത് ഈ ഞാൻ തരുന്ന വാക്ക്. അന്ന് അവൾ പറഞ്ഞ വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം വന്നു, ഞാൻ മാറുമെന്ന്. അല്ല, അവൾ എന്നെ മാറ്റുമെന്ന്. இரவும் அல்லாத பகலும் அல்லாத பொழுதுகளுன்னோடு கழியுமா? தொடவும் கூடாத படவும் கூடாத இடைவெளி எப்போது குறையுமா? உன்னை அன்றி வேறொரு நினைவில்லையே, இனி எந்த ஊனுயிர் எனதில்லையே, தடையில்லை சாவிலுமே. உன்னோடு வர கண்கள் இரண்டால், உன் கண்கள் இரண்டால் என்னை கட்டி எழுத்தாய் எழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். അലനെ, ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് പോവുക. നീ വരുന്നുണ്ടോ? ഞാനില്ലടാ ശ്യാം, നിങ്ങളെല്ലാവരും കൂടെ പൊക്കോ. നീ വരുന്നില്ലേ? ഓ, നീ അവൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരിക്കുമല്ലേ? ആർക്ക്? വേറെ ആർക്ക്? ഏഞ്ചലിന് തന്നെ. പിന്നെ ഒന്ന് പോടാ. ഓ ആയിക്കോട്ടെ, ഇനി ഞാനായിട്ട് നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടിന് പോകുന്നില്ല. എന്നാ ശരി. ഹേയ് അലൻ. ആ ഏഞ്ചൽ. ശ്യാം വിളിച്ചിട്ട് എന്താ പോവാതിരുന്നേ? അത് പിന്നെ ചുമ്മാ ഇവിടെ ഇരിക്കാൻ തോന്നി. ആ, അതേതായാലും നന്നായി. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. കാര്യോ? എന്താ? അത് പിന്നെ താൻ എൻ്റെ കൂടെ ഇന്നൊരു സ്ഥലം വരെ വരാമോ? ഇവിടെ നിന്ന് അത്ര ദൂരമൊന്നുമില്ല. ആ, ഞാൻ വരാം. പക്ഷെ എവിടേക്കാ? അത് സർപ്രൈസ്. തനിക്ക് എന്നെ വിശ്വാസമുണ്ടോ? ആ, ഉണ്ട്. എനിക്ക് അത് കേട്ടാൽ മതി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാം.
ഇതേതാ ഈ സ്ഥലം? ഞാനിതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ കുറേ നേരമല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. ഏഞ്ചൽ പറഞ്ഞ സ്ഥലം എത്താറായോ? താൻ കാണാൻ ഒട്ടും സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെയൊന്നും അങ്ങനെ ആരും വരാറില്ല. ആ, ഞാൻ പറഞ്ഞ സ്ഥലം ഇപ്പം എത്തും. ആ, ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഹലോ, ഇതെന്ത് പറ്റി? എന്താ ഒന്നും വേണ്ടാത്ത? ഈ സ്ഥലം തനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനൊരു സ്ഥലമുള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് താങ്ക് യു. അങ്ങനെ ആർക്കും ഈ സ്ഥലം അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. താനെന്താ നിൽക്കുന്നേ? ഇരിക്ക്. താൻ ആ നിൽക്കുന്ന ആ വൈറ്റ് റോസ് കണ്ടോ? വൈറ്റ് റോസസിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആണോ? അതെന്താ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ട്. നമുക്കാരെങ്കിലും ഒരു വൈറ്റ് റോസ് തരാണെങ്കിൽ അതിനർത്ഥം ഹോപ്പ്. 2 വൈറ്റ് റോസസ് ആണെങ്കിൽ അതിനർത്ഥം എഫെക്ഷൻ. 3 വൈറ്റ് റോസസ് ആണെങ്കിൽ 3 വൈറ്റ് റോസസ് ആണെങ്കിൽ ഐ ലവ് യു. എന്താ? 3 വൈറ്റ് റോസസിൻ്റെ മീനിങ് ആണ് ഐ ലവ് യു. പിന്നെ ഈ വൈറ്റ് റോസ് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരാളുണ്ട്. അതാരാ? വൈറ്റ് റോസ് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ സ്വന്തം ചേച്ചിയാണ്. ചേച്ചിക്ക് വൈറ്റ് റോസ് ഒത്തിരി ഇഷ്ടമാണ്. ചേച്ചി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഏഞ്ചൽ ചേച്ചിയെ പറ്റി പറയാറുള്ളത് ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാ. പക്ഷെ ചേച്ചിയെ പറ്റി ഒരുപാടൊന്നും എനിക്കറിയില്ല. അതിനെന്താ, ഞാൻ പറഞ്ഞു തരാമല്ലോ. എൻ്റെ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ചേച്ചി കാരണം മാത്രമാണ്. എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ചേച്ചി. എനിക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ പോലും വേണ്ടാന്ന് വെച്ച് എന്നെ ഇത്രത്തോളം പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ എൻ്റെ ചേച്ചി. തൻ്റെ ചേച്ചിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് അസൂയ തോന്നാറുണ്ട്. എന്നെ അങ്ങനെ സ്നേഹിക്കാനോ സ്വന്തം എന്ന് വിളിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് സഹോദരങ്ങളില്ല. എൻ്റെ അച്ഛനും അമ്മയാണ് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും പിരിഞ്ഞു. പിന്നെ എന്നെ നോക്കിയത് എൻ്റെ പപ്പയാണ്. പക്ഷേ പപ്പ ഇപ്പോൾ പുറത്തും ഞാനിവിടെ ഒറ്റയ്ക്കും. അതായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി. എനിക്ക് ആരും ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ ആരും ഇല്ലെങ്കിലും ആരൊക്കെ ഉള്ള പോലെ ഒരു തോന്നൽ. അതെന്താ അങ്ങനെ ഒരു തോന്നൽ? ഞാനില്ലേ തനിക്ക്? പക്ഷേ ഒരു നിമിഷം എല്ലാവരും ഉണ്ടെങ്കിലും അടുത്ത നിമിഷം ആരെങ്കിലും നഷ്ടപ്പെടാലോ. അങ്ങനെ ആരെ നഷ്ടപ്പെട്ടാലും എന്നെ നഷ്ടപ്പെടുന്ന തനിക്ക് തോന്നുന്നുണ്ടോ? അതിന് ഈ ഞാൻ വിട്ടുപോയാലല്ലേ. താൻ പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സ്ഥലത്തേക്ക് ഒന്ന് വരാമോ? ഇങ്ങോട്ടോ? എന്തിനാ? ഇനിയും വല്ല സർപ്രൈസും തരാനാണോ? അങ്ങനെ ചോദിച്ചാ ഒരു സർപ്രൈസും കൂടെ തനിക്ക് തരാനുണ്ട്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് തൻ്റെ ചേച്ചി ഒന്ന് കാണാൻ. പിന്നെന്താ, ഞാൻ കൊണ്ടുപോകാലോ എൻ്റെ ചേച്ചി കാണാൻ. ഒരു പക്ഷേ എന്നെ കാണുന്നതിലും തന്നെ കാണുമ്പോഴായിരിക്കും ചേച്ചിക്ക് കൂടുതൽ സന്തോഷം. അത്രയ്ക്കും പാവാ എൻ്റെ ചേച്ചി.
ഏഞ്ചൽ ഇന്നും വന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. എടാ ശ്യാം. ആ എന്താടാ? എടാ ഏഞ്ചൽ ഇന്നും വന്നില്ലല്ലോ. ആ ശരിയാണല്ലോ, അവൾ ഇന്നും വന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ലീവ് എടുക്കില്ല. നീ ഏതായാലും മിസ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. മിസ്സിന് ചിലപ്പോൾ അറിയുമായിരിക്കും. ആടാ നീ പറഞ്ഞത് ശരിയാ, ചിലപ്പോൾ മിസ്സിന് അറിയുമായിരിക്കും. എന്നാ ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഓടാ നീ ചെന്നോ. ആ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ആ ശരിയടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. മിസ് മേ ഐ കം ഇൻ? യെസ് കമൻ. ആ ഇതാരാ? അലനോ? എന്താ അലൻ? അത് പിന്നെ മിസ്, ഏഞ്ചൽ ഇപ്പോൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് 5-6 ദിവസമായി. അപ്പോൾ അതിനെക്കുറിച്ച് മിസ്സിന് എന്തെങ്കിലും അറിയോ? ആ അത് ഏഞ്ചൽ ശനിയാഴ്ച അവളുടെ ഹോസ്റ്റലിൽ നിന്ന് നാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ അവിടുത്തെ സിസ്റ്റർ ഇങ്ങോട്ടൊരു കത്തയച്ചു. ഏഞ്ചലിന് ഇനി എപ്പോഴാണ് തിരികെ വരാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. വേറെ കാരണങ്ങളൊന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സിസ്റ്ററോ? ആര്? ഏഞ്ചലിൻ്റെ സിസ്റ്ററാണോ? ഏഞ്ചലിൻ്റെ സിസ്റ്ററല്ല, അവിടെ നിൽക്കുന്ന ഓർഫനേജിലെ സിസ്റ്ററാണ്. ഓർഫനേജോ? ഏഞ്ചലോ? ആ അതെ. അയ്യോ സമയം പോയതായിരുന്നില്ല, എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. എന്നാൽ ഞാൻ ചെല്ലട്ടെ അല്ലേ? ഓ സോറി മിസ്. മിസ് പൊക്കോളൂ, ഞാൻ ചെന്നോളാം. താങ്ക് യു. ഏഞ്ചല് ഓർഫനോ? ഈ കാര്യം എത്രയും പെട്ടെന്ന് ശ്യാമിനെ അറിയിക്കണം. എടാ നമ്മുടെ ഏഞ്ചലിനെ കുറിച്ചാണോ നീ പറയുന്നത്? നീ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാടാ. അല്ലെങ്കിൽ എന്നെ ആരുമില്ലെങ്കിലും എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചത് അവള്. ഏഞ്ചൽ ഇങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കും. ആര് വിഷമിക്കുന്നതും അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ അച്ഛനും അമ്മേനെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്. എനിക്ക് അവളെ കാണണട. അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, പക്ഷേ അത് അവൾക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണം. എടാ നീ ഇങ്ങനെ വിഷമിക്കാതെ. അവൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. നീ എന്തായാലും അങ്ങോട്ട് ചെല്ലണം. നീ എന്തായാലും അങ്ങോട്ട് ചെല്ലണം. അവളുടെ സ്ഥലം കണ്ടുപിടിക്കൽ മാത്രം മതി, അത് ഞാൻ ചെയ്യാം. ബാക്കിയെല്ലാം നീ ഏർപ്പാടാക്കിക്കോ. ആടാ ഞാൻ പോവും. അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ താങ്ക് യു സോ മച്ച് ഡാ. എന്തിനാടാ അവർക്ക് താങ്ക് യു ഒക്കെ പറയുന്നത്? വേറെ ആർക്കും വേണ്ടിയില്ലല്ലോ, നമ്മുടെ ഏഞ്ചലിന് വേണ്ടിയല്ലേ. പിന്നെ ഈ കാലം ഈ കോളേജ് അറിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട. ഇപ്പം ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. വിളിച്ചായാലും കത്തിലൂടെ ആയാലും നീ കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ചാൽ മാത്രം മതി. നീ ടെൻഷൻ അടിക്കാതെ പോയിക്കോ. ഞാൻ സ്ഥലം പറഞ്ഞു തരാം. ആടാ ഞാൻ പോയിട്ട് വരാം. അരൻ നീ ഓക്കെ അല്ലേടാ? ആ ഓക്കെ ആടാ. ആ നീ ഇത് പിടിക്കാം. ദാ ഇതിൽ സ്ഥലമൊക്കെ എഴുതിയിട്ടുണ്ട് അവളുടെ. നീ ഇത് കൊണ്ടുപോയി ആരോടെങ്കിലും ചോദിച്ചാൽ ആ സ്ഥലം കാണിച്ചു തരും. ആടാ എന്നാൽ ശരി, ട്രെയിൻ പോകാൻ സമയമായില്ലേ, ഞാൻ കയറുക. എന്തുണ്ടെങ്കിലും ഞാൻ നിന്നെ വിളിക്കാം. അവൾക്ക് ഒരു കുഴപ്പമുണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവൾക്ക് ഒന്നും ഉണ്ടാവില്ലടാ, ഞാൻ പറഞ്ഞില്ലേ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് നീ വിഷമിക്കാണ്ട് പോയിട്ട് വാ. എന്നാൽ ശരി, നീ കയറിക്കോ. അവിടെ എത്തിയിട്ട് എല്ലാം അറിയിച്ചാൽ മതി കേട്ടോ. എന്നാൽ ശരിയടാ, ഞാൻ പോവാ. ബൈ. അലൻ, ഇത് ഞാനാ ഏഞ്ചൽ. താനെന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ? നമുക്ക് പോകണ്ടേ? വാ എൻ്റെ കൂടെ. ഞാൻ അന്നൊരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് വെച്ചാൽ
ശ്യാം പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്നാണല്ലോ. ഇതിപ്പോൾ ആരോട് ചോദിക്കും? ആ ചേട്ടാ, ആ എന്താ? ഇവിടെ ഒരു സ്വീറ്റ് ഹോം ഓർഫനേജ് അതെവിടെയാ? ആ സ്വീറ്റ് ഹോം ഓർഫനേജ് അല്ലേ? അത് ഇവിടെ നിന്ന് അടുത്താ. കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു പാലം കാണാം. അവിടെ നിന്ന് വലതുവശത്ത് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഒരു ഓട്ടോ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. ആ ഓക്കെ, ശരി ചേട്ടാ. ഇവിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. മോനി ഓർഫനേജിൽ ആരെ കാണാവുന്നതാ? ആ ഞാനിവിടെ ആദ്യമായിട്ടാ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഏഞ്ചൽ, അപ്പോൾ അവളെ കാണാവുന്നതാ. ഏഞ്ചൽ മോളെയോ? ആ എല്ലാം അറിഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ? വേഗം ചെന്നോ. ആ കുട്ടിയെ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടത്. ആ മോൻ വേഗം ചെന്നോ. ഏഞ്ചൽ ഹോസ്പിറ്റലോ? അപ്പൊ മോനൊന്നും അറിഞ്ഞില്ലേ? ആ കുട്ടിയുടെ ചേച്ചി മരിച്ചു അത്രേ. അതിന്റെ ഷോക്കില് കുഴഞ്ഞു വീണിട്ടെങ്ങാണ്ട് ആ കുട്ടി വീണത്. സീരിയസ് ആണെന്നാ കേട്ടത്. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. മിയ ചേച്ചി നോ. ആരാ? മനസ്സിലായില്ല. ഏഞ്ചൽ ഏഞ്ചലല്ലേ ഇവിടെ? അലനാണോ? അതെ ഏഞ്ചൽ. മിയ ചേച്ചി എന്താ സംഭവിച്ചത്? പിന്നെ ഏഞ്ചലില്ലേ അകത്ത്? ഉണ്ട്, അവളകത്തുണ്ട്. ഏഞ്ചല് മോനെക്കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. ആരേക്കാൾ കൂടുതലും മോനെക്കുറിച്ച് അവൾ ഏറ്റവും കൂടുതൽ പറയാറ്. മോൻ എന്തായാലും അകത്തേക്കിരിക്കുക. ഞാൻ എല്ലാം പറയുന്നതിന് മുമ്പ് ഏഞ്ചലിനെ കുറിച്ച് അലൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴും കാണുന്ന ആ ചിരിച്ചു കളിച്ചു കിടക്കുന്ന ഏഞ്ചലിന് പുറകില് ഒരുപാട് വേദനകളും സങ്കടവും അനുഭവിച്ച ഒരാൾ കൂടെയുണ്ട്. വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഏഞ്ചലും മിയയും വളർന്നത്. അവരുടെ അച്ഛൻ അവരെ വിട്ടുപോയതിനു ശേഷം അവരുടെ അമ്മ, അങ്ങനെ പോലും പിടിക്കാൻ കഴിയില്ല എനിക്ക് ആ സ്ത്രീയെ. ഒരമ്മയ്ക്കും സ്വന്തം കുട്ടികളോട് എങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയധികം അവർ അവരെ ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം, ഒരു മഴയുള്ള രാത്രി, മിയ ഏഞ്ചലിനെയും കൂട്ടി ഈ ഓർഫനേജിലെത്തി. അന്ന് തൊട്ട് അവരെവിടെയാണ് താമസിച്ചത്. പിന്നെ പറയാനുള്ളത് മറ്റാരെയും കുറിച്ചല്ല, ഏഞ്ചലിൻ്റെ സ്വന്തം മിയ ചേച്ചിയെക്കുറിച്ച് തന്നെയാണ്. മിയ, അവൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. അന്ന് ആ മഴയത്ത് 10 വയസ്സ് പോലും തികയാത്ത അനിയത്തിയും കുട്ടി ആ 14 വയസ്സ് വരെ ഈ ഓർഫനേജിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ചെറുപ്രായത്തിലും ഇത്ര വേദന അനുഭവിച്ചിട്ടും എത്ര ധൈര്യത്തോടെയാണ് ആ കുട്ടി ഏഞ്ചലിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. പിന്നെ ആ ചെറുപ്രായത്തിൽ എത്ര വേദന അനുഭവിച്ചിട്ടായാലും ഏഞ്ചലിനെ വളർത്തിയെടുക്കണമെന്നായിരുന്നു മിയയുടെ ഏറ്റവും വലിയ സ്വപ്നം. ഏഞ്ചലിൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവൾ തന്നെയായിരുന്നു. ഏഞ്ചലിനെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. ആർക്കും അസൂയ തോന്നിപ്പോകുന്ന ഒരു ബന്ധമായിരുന്നു അവരുടേത്. എങ്കിലും ഏഞ്ചൽ എത്രയും ദൂരം വിട്ട് പഠിപ്പിക്കണമെന്നാണ് തീരുമാനമെടുത്തത് മറ്റാരുമല്ല, മിയ തന്നെയായിരുന്നു. ഒരു പക്ഷേ ഏഞ്ചലിനത് കാരണം മിയയുടെ ദേഷ്യം തോന്നിയിരിക്കും. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല ഇനി വരുമ്പോൾ അവളുടെ ചേച്ചിയെ ഒരിക്കൽ പോലും കാണാൻ കഴിയില്ലെന്ന്. ഒരുപാട് വേദന അനുഭവിച്ചിരുന്നു മിയ. പക്ഷേ മിയ അതുപോലും അവസാന ഘട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും അറിയിച്ചത്. മിയയ്ക്ക് ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. എന്നാൽ കൂടെ ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. മിയ പോയതോടെ ഈ കാര്യം എങ്ങനെ ഏഞ്ചലിനെ അറിയിക്കും, എങ്ങനെ അവളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ആ ഒരു ചോദ്യത്തിന് അന്ത്യം കണ്ടത് അവളുടെ ആ വരവ് കാരണമായിരുന്നു. അന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, സിസ്റ്ററമ്മ, ഏഞ്ചൽ മോളെ, നീ എന്താ പെട്ടെന്ന് ആരോടും പറയാതെ ഇങ്ങോട്ട്? ആ അതെന്താ സിസ്റ്ററമ്മ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ ആരോടെങ്കിലും പറയണമെന്നൊക്കെ ഉണ്ടോ? അത് പിന്നെ മോളെ, വേണ്ട സിസ്റ്ററമ്മ, എന്നോടൊന്നും പറയണ്ട. ഞാനിങ്ങോട്ട് എത്ര തവണ വിളിക്കാൻ ശ്രമിച്ചു, എത്ര തവണ ഞാൻ കത്തയച്ചു, എന്നിട്ടും ആരും ഒരു മറുപടിയും തന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ എല്ലാവരുമായിട്ട് പിണക്കത്തില്ല.
അവസാനം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നില്ലേ. ആരാ സിസ്റ്റർ? ആ ഏഞ്ചൽ മോളെ, മോളെന്താ ആരോടും പറയാതെ ഇങ്ങോട്ട്? അതെന്താ സിസ്റ്റർ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നത്. എന്തിന്? മീ ചേച്ചിക്ക് പോലും അറിയത്തില്ല ഞാൻ വന്നത്. ചേച്ചിനെ കണ്ടിട്ട് വേണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ചേച്ചി എവിടെ? ചേച്ചിനെ കണ്ടില്ലല്ലോ. മോളെ ഏഞ്ചൽ, അത് പിന്നെ മോളോട് ഇതെങ്ങനെ പറയണ്ടേന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്താ സിസ്റ്റർ, എന്താ കുഴപ്പം? എന്നോട് എന്താ പറയാനുള്ളത്? സിസ്റ്ററമ്മയെങ്കിലൊന്ന് പറ. നിങ്ങളെല്ലാവരും എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? ചേച്ചി എവിടെ? മിയ ചേച്ചി എവിടെ? ഏഞ്ചൽ മോളെ, അത് പിന്നെ വേണ്ട സിസ്റ്റർ, ഞാൻ പറയാം. മോളെ ഏഞ്ചൽ, മിയ പോയി. എന്താ സിസ്റ്റർ? ഏഞ്ചൽ മോളോട് ഈ കാര്യം എങ്ങനെ പറയണമെന്നറിയാതെ ഇത്രയും നാൾ ഞങ്ങൾ തീരുന്നായിരുന്നു ഇവിടെ ജീവിച്ചത്. ഇപ്പോൾ മോള് വന്നപ്പോൾ എങ്ങനെയാ പറയണ്ടേ, എന്താ പറയണ്ടേ, ഇതിനെങ്ങനെയാ മാപ്പ് ചോദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. മോള് ഞങ്ങളോട് പൊറുക്കണം. സിസ്റ്റർ ഇതെന്തൊക്കെയായി പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല. മോളെ ഏഞ്ചൽ, സിസ്റ്റർ പറഞ്ഞതെല്ലാം സത്യമാണ്. നീക്ക് ക്യാൻസർ ആയിരുന്നു. അത് ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴാണ് ഞങ്ങൾ പോലും അറിഞ്ഞത്. അപ്പോൾ ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ ചേച്ചി, എൻ്റെ മീ ചേച്ചി എനിക്കിപ്പോൾ കാണണം. പറ, എൻ്റെ ചേച്ചി എവിടെ പറ സിസ്റ്റർ. മോളെ ഏഞ്ചൽ, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. മോളെ ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എനിക്കെൻ്റെ ചേച്ചി ഇപ്പോൾ കാണണം. പറ സിസ്റ്റർ, നിങ്ങൾ എവിടെയാണ് എൻ്റെ ചേച്ചി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പറ, ഞാൻ എൻ്റെ ചേച്ചി ഒന്ന് കണ്ടോട്ടെ. ചേച്ചി, ഇതെന്താ ഇത്? എൻ്റെ സ്വന്തം ഏഞ്ചലിന്, ഈ കത്ത് നീ വായിക്കുമ്പോൾ നിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാവണമെന്നില്ല. അവസാനമായി നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങളിലാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഈ ഒരവസ്ഥയിൽ എത്ര മാപ്പ് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും മാപ്പ്. സിസ്റ്റർ അമ്മയോട് നിന്നെ വിവരം അറിയിക്കേണ്ടെന്ന് ഈ ഞാൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് അവരെ നീ ഒരിക്കലും വെറുക്കരുത്. നീ ജനിച്ച് എൻ്റെ കൈകളിൽ വെച്ച് തന്ന നിമിഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വെളുത്ത റോസാപ്പൂക്കൾ കിട്ടിയതുപോലെയായിരുന്നു. അന്നത്തെ എൻ്റെ ഇരുട്ട് പറഞ്ഞ ജീവിതത്തിൽ ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് വിളിക്കാനും ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാനും ഒരാളെ കിട്ടിയതുപോലെയായിരുന്നു. നീ എന്നും എനിക്ക് ആ കുഞ്ഞ് ഏഞ്ചൽ തന്നെയായിരിക്കും. പണ്ട് മുതൽ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ നമുക്കാവില്ലായിരുന്നു. പക്ഷേ ഇനി നമ്മൾ എന്നേക്കുമായി പിരിഞ്ഞിരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഈ ജീവിതത്തിൽ നീയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അതിൽ നിൻ്റെ ചേച്ചിയായിട്ടല്ല, നിൻ്റെ അമ്മയായി ജനിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരിക്കൽ പോലും നിൻ്റെ ആ കണ്ണു നിറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. പക്ഷേ ഈ ഞാൻ കാരണം അതും സംഭവിച്ചു. ആഗ്രഹമുണ്ട് എനിക്ക് ഒരിക്കൽ കൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരും തുടച്ചുകളയാണെന്ന്. പക്ഷേ യാഥാർത്ഥ്യം നമുക്കെതിരെയാണ്. അത്രയും പ്രിയപ്പെട്ട നിന്നെ ഓർത്തുകൊണ്ട് ഓർമ്മന്നതിൽ പരം മറ്റെന്തുണ്ട് ഈ ലോകത്ത്? എനിക്ക് നിൻ്റെ ഓർമ്മകൾ മാത്രം മതി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഓർമ്മകൾ. ഇനിയും എന്നെ മോൾക്കെന്നെ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് പള്ളിയിലേക്ക് ചെല്ല്. അവിടെ ഒരു മൂലയ്ക്ക് 1000 റോസാപ്പൂക്കളുടെ അടിയിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീയാണ് എൻ്റെ വൈറ്റ് റോസ്, എൻ്റെ ഏഞ്ചൽ എന്ന് നിൻ്റെ സ്വന്തം മീ ചേച്ചി. ഇതെന്തൊക്കെയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ചേച്ചി
എൻ്റെ മിയ ചേച്ചി എന്നെ വിട്ട് പോയെന്നോ? മോളെ ഏഞ്ചൽ, നീ ഇതെങ്ങോട്ടാ? സിസ്റ്റർ ഏഞ്ചൽ സിസ്റ്റർ വേണ്ട, അവൾ പൊക്കോട്ടെ. അവൾക്ക് മിയയുടെ കത്ത് കെട്ടി കാണും. ഏതായാലും ആ കുട്ടിക്ക് ഇനി അവളുടെ ചേച്ചിയെ ഇങ്ങനെയല്ലേ കാണാൻ കഴിയൂ. എന്നാൽ സിസ്റ്ററമ്മേ, ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ പാവം കുട്ടി ഏഞ്ചലിന് അച്ഛനെയും അമ്മയും ഇപ്പം ഇത്രയും നാൾ നോക്കി വളർത്തിയ ചേച്ചിയെ നഷ്ടപ്പെട്ടു. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ് സിസ്റ്റർ. വിധി എന്നത് നിർണയമാണ്. അതാരെ കൊണ്ട് തടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാറുന്ന വിഷമിക്കാന്നല്ലാതെ നമ്മളെ കൊണ്ട് വേറെ എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഈ വിധിയും തരണം ചെയ്യാനുള്ള ശക്തി ആ കുട്ടിക്ക് നൽകണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയൂ. ഏഞ്ചലിന് അത് ചെയ്തേ മതിയാവും. അത് തന്നെയായിരിക്കും മിയയുടെ ആഗ്രഹം. കുറച്ച് ബുദ്ധിമുട്ടിയാലും ഏഞ്ചലിനെ കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചി എന്താ ഇവിടെ കിടക്കുന്നേ? ഇന്നേ ഞാൻ വന്നപ്പോ സിസ്റ്റേഴ്സ് എന്നോട് പറയാ എൻ്റെ മീ ചേച്ചി ഏഞ്ചലിനെ വിട്ട് പോയിന്ന്. ഞാൻ വിശ്വസിച്ചില്ല. ആ കത്തിലെഴുതിയതൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ ചേച്ചി എന്നെ വിട്ടു പോകുന്നു. പക്ഷെ എനിക്കറിയാം എൻ്റെ ചേച്ചി ഏഞ്ചൽ വിളിച്ച് വരില്ലേ? പറ ചേച്ചി ഒന്നും മിണ്ടാത്ത? ചേച്ചി എന്തായാലും ഒന്ന് പറ പ്ലീസ്. ഞാൻ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതല്ലേ ചേച്ചിക്ക് എന്നോട് കുറേ കാര്യം പറയാനുണ്ടെന്ന്? എന്നിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ കൂട്ടാതെ പോയല്ലേ? ചേച്ചിക്കെന്നെ കാണണമെന്നില്ല, എന്നോടൊന്നും പറയണമെന്നില്ല. എന്നോട് എന്താ ഒന്നും പറയാതിരുന്നേ? എന്നെ തനിച്ചാക്കി പോയില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ? ചേച്ചി ഒന്ന് എനിക്ക് പ്ലീസ് അതെനിക്ക്. ചേച്ചി അയ്യോ മോളെ ഏഞ്ചൽ, സിസ്റ്ററമ്മ ഏഞ്ചൽ തലറിയോ? ഈശ്വര, മോളെ ഏഞ്ചൽ എന്ത് പറ്റിയ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം. ഏഞ്ചൽ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഏഞ്ചലിനിപ്പോൾ വലിയ കുഴപ്പമില്ല. ആ പിന്നെ മോനോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നോടോ? എന്താ സിസ്റ്റർ, പറഞ്ഞോളൂ. അത് പിന്നെ മോനെ, ഏഞ്ചലിനിപ്പോൾ ഒന്നും ഓർമ്മയില്ല. എന്താ സിസ്റ്റർ? അതെ മോനെ, സിസ്റ്ററമ്മ പറഞ്ഞതെല്ലാം സത്യമാണ്. അവൾക്ക് കോളേജോ മിയയോ മോനെ പോലും ഓർമ്മയില്ല. ഏഞ്ചലിന് മിയ ചേച്ചിയെ പോലും? ഇല്ല മോനെ, ഒരു കണക്കിന് അത് തന്നെ ഇപ്പം നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ ഏഞ്ചലിൻ്റെ അവസ്ഥയിൽ ചേച്ചി ഇനിയും ഓർത്താൽ പിന്നെ ഏഞ്ചലിന് ഒരിക്കലും തിരിച്ചു കിട്ടാതെ വരും. അന്ന് ആ ഡോക്ടർ ആവശ്യപ്പെട്ടിരുന്നു അരനൊന്ന് കാണണമെന്ന്. എന്നെയോ? അതെ, ഇനി ഏഞ്ചലിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് അരനെ കൊണ്ട് സാധിക്കുമെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ആ സിസ്റ്റർ, ഞാൻ ഡോക്ടറെ പോയി കണ്ടോളാം. ഏഞ്ചലിപ്പോൾ എവിടെയാ? എനിക്ക് അവളൊന്ന് കാണാവോ? ആ പിന്നെന്താ, അവളുടെ റൂമിലുണ്ട്. വാ, ഞാൻ കാണിച്ചു തരാം. അന്ന് അവിടെ ഞാൻ കണ്ടത് ഏഞ്ചലിനെയല്ല,
ഈ അലൻ അറിയാവുന്ന ഏഞ്ചലിനെയല്ല. എപ്പോഴും കോളേജിൽ വെച്ച് ചിരിച്ചു കളിച്ചു നടന്ന ഏഞ്ചലിനെയല്ല. ഒരിക്കലും പാടാത്ത ആ മുഖം ആദ്യമായി പാടി ഞാൻ കണ്ടത് അന്നാണ്. ഏഞ്ചലിനെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ അവളുടെ കണ്ണിലൊരു തിളക്കം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ തിളക്കം ഞാൻ അവളുടെ കണ്ണിൽ കണ്ടില്ല. പകരം ജീവനില്ലാതെ ഏതുപോലെയാണ് എനിക്ക് തോന്നിയത്. മോളെ ഏഞ്ചൽ, ഇതാ നോക്കിയേ, മോളെ കാണാൻ ആരാ വന്നിരിക്കുന്നതെന്ന്. ഇതാരാ സിസ്റ്റർ അമ്മ? ഏഞ്ചലിന് അറിയില്ലല്ലോ. മോളെ ഇതലൻ, ഞാൻ പറഞ്ഞിരുന്നില്ലേ മോളോട് കോളേജിൽ പഠിച്ച. ഇല്ല, ഏഞ്ചലിന് അറിയില്ല സിസ്റ്റർ അമ്മ, എനിക്ക് പേടിയാവുന്നു. ഏഞ്ചൽ മോളെന്തിനാ പേടിക്കുന്നേ? അലൻ ഏഞ്ചലിനെ കാണാൻ എത്ര ദൂരത്തുനിന്ന് വന്നതെന്നറിയോ? ഏഞ്ചൽ, എന്നെ മനസ്സിലായില്ലേ? ഏഞ്ചൽ, എന്നെ മുഖത്തോട്ടൊന്ന് നോക്ക് പ്ലീസ്. അലൻ മോനെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ദൈവം കാട്ടിത്തരാതിരിക്കില്ല. മോനെ ഏതായാലും ആ ഡോക്ടറെ ഒന്ന് പോയി കണ്ടേക്ക്. ആ സിസ്റ്റർ, ഞാൻ പോകാം. എക്സ്ക്യൂസ് മീ, ഡോക്ടർ ജോണിൻ്റെ റൂം? ഡോക്ടർ ജോൺ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോയിൻമെൻ്റ് ഉണ്ടോ? ഇല്ല, ഡോക്ടറിന് എന്നെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഓ ആണോ? ആ ഇതാ ഡോക്ടർ വരുന്നു. ഡോക്ടർ ജോൺ? ആ യെസ്, എന്താ കാര്യം? ആ ഡോക്ടർ, ഇയാളെ ഡോക്ടർ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോ? ഞാനോ? ഓ അലൻ. ആ യെസ് ഡോക്ടർ, ഐ ടേക്ക് കെയർ ഓഫ് ഹിം. വരൂ അലൻ, എൻ്റെ ക്യാബിനിലേക്ക് ഇരിക്കാം. അലൻ ഇരുന്നോളൂ. ഡോക്ടർ എന്താ കാണണമെന്ന് പറഞ്ഞത്? ആ അതൊക്കെ ഞാൻ പറയാം. പിന്നെ അലൻ ഏഞ്ചലിനെ കണ്ടായിരുന്നോ? ആ ഡോക്ടർ, ഏഞ്ചലിനെ ഞാൻ കണ്ടായിരുന്നു. എല്ലാം ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് അലനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. എന്താ ഡോക്ടർ? അലനും ഏഞ്ചലും തമ്മിലുള്ള ബന്ധം എന്താണ്? അലൻ എങ്ങനെയാണ് ഏഞ്ചലിനെ പരിചയപ്പെട്ടത്? അത് ഡോക്ടർ, ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കോളേജിൽ വെച്ചാണ്. പിന്നെ അപ്പോൾ അലൻ, തനിക്ക് ഏഞ്ചലിന് ഇഷ്ടമാണോ? ഐ മീൻ, ഡു യു ലവ് ഹർ? അത് ഡോക്ടർ, എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അത് ഡോക്ടർ, എനിക്ക് ഏഞ്ചലിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് അവളോട് പറയുക? അലൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ അലനെ കൊണ്ട് മാത്രമേ ഏഞ്ചലിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അത് ഞാൻ സിസ്റ്റേഴ്സിനോടും പറഞ്ഞിരുന്നു. ഓക്കെ അലൻ, ഇനി ഏഞ്ചലിൻ്റെ കണ്ടീഷനെ പറ്റി ഞാൻ പറയാം. ഏഞ്ചലിനെ മിയറുടെ ഡെത്ത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് മേഡ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹർ മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ ഏഞ്ചൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് മെമ്മറി ലോസ്, കൂടാതെ ഏജ് ഡിഗ്രഷൻ. അന്ന് ഏഞ്ചൽ തലകറങ്ങി വീണ സമയത്ത് തല ശക്തി അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയിലേക്ക് ലീഡ് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ടായാണ് മെമ്മറി ലോസ് ആൻഡ് ഏജ് ഡിഗ്രഷൻ സംഭവിച്ചത്. മെമ്മറി ലോസ് എന്ന് പറയുമ്പോൾ കൂടുതലും പണ്ടത്തെ കാര്യങ്ങളാണ് മറന്നത്. അതായത് മുഴുവനെന്നല്ല, ചില എവൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, മിയുടെ മരണം, ഓർഫനേജിലേക്ക് വന്നപ്പോഴുള്ള മെമ്മറീസ്. ബട്ട് ഏറ്റവും കഷ്ടമായ കാര്യം ഇതൊന്നുമല്ല, ഏജ് ഡിഗ്രഷൻ. അതായത് ഒരു മനുഷ്യന് സഹിക്കാനാവാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അവരുടെ ബോഡി സെലക്ട് ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം. ലിറ്ററലി പറയുകയാണെങ്കിൽ ഏഞ്ചലിനിപ്പോൾ ഒരു 5 or 6 വയസ്സുള്ള കുട്ടിയുടെ മനസ്സാണ്. പെരുമാറ്റം, വിവരം എല്ലാം അതുപോലെയായിരിക്കും. ഇതിൽ നിന്ന് ക്യൂറാണെങ്കിൽ ഇത് ഷുഡ് ബി എ മിറാക്കിൾ. ഡോക്ടർ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്? എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ഏഞ്ചലിൻ്റെ മെഡിക്കേഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് എടുക്കുമെന്ന് അതിന് ഉറപ്പുവരുത്തണം. പിന്നെ ട്രിഗേഴ്സ്. ഇപ്പോൾ ഏഞ്ചലിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായത് മിയുടെ മരണമാണ്. മാക്സിമം അത് ഓർമ്മപ്പെടുത്തുന്ന ട്രിഗേഴ്സ് സംഭവിക്കാതെ നോക്കണം. പിന്നെ അതിനറിയോ, ഏഞ്ചൽ ക്രിട്ടിക്കലായി കിടക്കുന്ന സ്റ്റേജിൽ പോലും മിയേനെയോ സിസ്റ്റേഴ്സിനെ പോലും അല്ല അന്വേഷിച്ചത്, അലനെയാണ് അന്വേഷിച്ചത്. അപ്പോൾ തന്നെ ഞാൻ തൻ്റെ കാര്യം സിസ്റ്റേഴ്സിനോട് ചോദിച്ചു. അങ്ങനെയാണ് തൻ്റെ കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റിയത്. ഞാൻ പറഞ്ഞ മിറാക്കിൾ സംഭവിക്കണമെങ്കിൽ അലൻ തന്നെ കൊണ്ടത് കഴിയും. ജസ്റ്റ് ട്രൈ ടു ബി വിത്ത് ഹർ. തൻ്റെ ഓർമ്മകൾ എനിക്ക് മുഴുവനായിട്ട് മറക്കില്ല. അവൾക്കതിന് സാധിക്കില്ല. നിങ്ങളുടെ പണ്ടത്തെ കണക്ഷൻ അത് തിരിച്ചു കൊണ്ടുവരണം.
ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. ഏഞ്ചലിന് വേണ്ടി യു ക്യാൻ. ഐ ബിലീവ് യു ക്യാൻ. ഡോക്ടർ, എനിക്കെന്താ പറയണമെന്നറിയില്ല. ഞാൻ ശ്രമിക്കാം. ഏഞ്ചലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ച് ടൈം വേണം ഡോക്ടർ, ഒന്ന് ആലോചിക്കാം. യെസ് അലൻ, ഐ അണ്ടർസ്റ്റാൻഡ്. തനിക്ക് എന്തായാലും കുറച്ച് ടൈമിൻ്റെ ആവശ്യമാണ്. യു ക്യാൻ ടേക്ക് യു ടൈം. ബട്ട് റിമെമ്പർ, ഏഞ്ചലിൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലൻ, ഞാൻ പറഞ്ഞു വന്നതൊക്കെ തനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഡോക്ടർ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ. ആ അലൻ, ആ ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അപ്പോൾ മോൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഏഞ്ചൽ മോൾക്കിനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നാണോ? അറിയില്ല, എനിക്കറിയില്ല സിസ്റ്ററമ്മ. എന്നെ കൊണ്ട് അതിന് സാധിക്കുമോ? അലൻ മോനെ, ഡോക്ടറല്ലേ അത് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം മോനെ കൊണ്ട് പറ്റുമെന്നാ? മോനെ കൊണ്ട് സാധിക്കൂ? ഒരു വാക്ക് തരാൻ കഴിയില്ലെങ്കിലും ഞാൻ ശ്രമിക്കാം സിസ്റ്ററമ്മ. എനിക്ക് ഏഞ്ചലിനെ ഒന്ന് കാണണം. അലൻ ചെന്നോളൂ, അവള് റൂമിലുണ്ട്, ഉറങ്ങുവാണെന്ന് തോന്നുന്നു. ഏഞ്ചൽ, എനിക്കറിയില്ല എന്നെക്കൊണ്ട് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ശ്രമിക്കാം. ഇവിടെ എല്ലാവർക്കും വേണ്ടി, നീ ചേച്ചിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം. ഏഞ്ചൽ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെക്കാളും എനിക്ക് നിന്നെ തന്നെയാണ് ഇഷ്ടം. ആദ്യ ലോകത്തിനോട്, പിന്നെ നിന്നോട് എനിക്കൊരു ദിവസം വിളിച്ച് പറയണം. പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് വീശുന്നതോടെ അവരുടെ പഴയ കുറേ ഓർമ്മകൾ അലൻ്റെ മനസ്സിലേക്ക് ഓടി വരും. അലൻ, വേഗം പറഞ്ഞോളൂ, തനിക്ക് ബ്രെഡ് വേണോ വൈറ്റ് വേണോ? അലൻ നീ ഏഞ്ചൽ മാറ്റിയേക്കും. അത് ഈ ഞാൻ തന്നെ വാക്ക്. ഈ വൈറ്റ് ഹൗസ് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരാളുണ്ട്. അലൻ, ഇത് ഞാനാ ഏഞ്ചൽ. താനെന്താ എങ്ങനെ കിടക്കുന്നത്? നമുക്ക് പോകണ്ടേ? വാ എൻ്റെ കൂടെ. ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞേ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നോട് ഓർമ്മകളുടെ ഓരോ നിമിഷവും അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ വേദനയോടെയാണെങ്കിലും അവനൊന്ന് പുഞ്ചിരിക്കും. പക്ഷേ അപ്പോഴവൻ്റെ ചിന്തകളിൽ ഒരു വരി, ഒരു വേദനിപ്പിക്കുന്ന വരി, ആരോ നിർത്താതെ ഉച്ചരിക്കുന്നത് പോലെ തോന്നും. ഒരുപക്ഷെ അവൻ അവളോടൊന്നും പറയാൻ കഴിയാതിരുന്ന അന്ന് അവൻ തോൽക്കും. ഈ ലോകത്തിന് മുന്നിൽ, ഏഞ്ചലിന് മുന്നിൽ അലൻ തോൽക്കും. അടുത്തൊരു കാറ്റ് വീശുന്നതോടെ അവൻ്റെ കണ്ണ് മെല്ലെ തുറക്കും. അവൻ്റെ കവളുകൾക്ക് ഒരു ചെറിയ നനവുണ്ടായിരുന്നു. ഏഞ്ചൽ. അവളുടെ പേര് ഓരോ തവണ ഉച്ചരിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിച്ചത് അവളുടെ സാന്നിധ്യമായിരുന്നു. അവളെ തന്നെയായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അവരുടെ അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലൻ ഒന്നുറപ്പിച്ചു. എന്ത് വില കൊടുത്തായാലും ഏഞ്ചലിനെ തിരിച്ചു കൊണ്ടുവരണം അവളുടെ പഴയ ജീവിതത്തിലേക്ക്. ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഏഞ്ചലിന് വെറും 5-6 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സായിരിക്കാം. ആരെയും ഓർമ്മയില്ലാതെ, അറിയാതെ, ഒരപരിചിതമായ ലോകത്ത് ഒറ്റപ്പെട്ടൊരു കുട്ടി. എങ്കിൽ പോലും പണ്ടവർ പങ്കുവച്ച ഓർമ്മകൾ ഏഞ്ചലിൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മായില്ല എന്ന് അലൻ ഉറപ്പുണ്ടായിരുന്നു. ഏഞ്ചലിനുപരി ഏഞ്ചൽ എന്ന കുട്ടിയുടെ മനസ്സുറക്കാൻ അലൻ തീരുമാനിച്ചു. അതിനുവേണ്ടി എത്ര വേദനയും അവഗണനയും നേരിടേണ്ടി വന്നാലും. സിസ്റ്ററമ്മ, ഏഞ്ചൽ എവിടെ? ഏഞ്ചൽ പുറത്തിരിക്കുന്നുണ്ടല്ലോ. അല്ല മോനെ, നീയപ്പോ? ഏഞ്ചലിന് ഏതായാലും ഭേദാവുന്നത് വരെ ഞാനിവിടെ നിൽക്കുവാണ് സിസ്റ്റർ. ആണോ? പക്ഷേ ഏഞ്ചലിന് മോനെ ഓർമ്മയില്ലല്ലോ. മോൻ അപ്പോൾ എങ്ങനെയാ? അവൾക്ക് ഞാനിപ്പോൾ ഒരു അപരിചിതനായിരിക്കാം, പക്ഷേ എന്നെ അവൾ ഓർക്കും. അതെനിക്ക് ഉറപ്പാ സിസ്റ്റർ.
ഞങ്ങളെല്ലാവരും ആ ദിവസത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഏഞ്ചൽ, ഇയാളാരാ? ഏഞ്ചലിനെ അറിയില്ലല്ലോ. ഏഞ്ചൽ, ഇത് ഞാനാ അലൻ. ഞാനൊന്നും ചെയ്യില്ല. വേണ്ട വേണ്ട, എൻ്റെ അടുത്ത് വരണ്ട. ഏഞ്ചൽ പേടിക്കല്ലേ, ഞാൻ ഏഞ്ചലിൻ്റെ ഫ്രണ്ടാ അലൻ. വേണ്ടെന്നല്ല പറഞ്ഞ. ഏഞ്ചലിന് ആരുമില്ല. ഏഞ്ചലിന് ആരുമില്ല. ആര് പറഞ്ഞു ഏഞ്ചലിന് ആരുമില്ലാന്ന്? ഞാനില്ലേ? ഇല്ല ഇല്ല. സിസ്റ്റർ അമ്മ, എന്താ പറ്റി അലൻ? അത് പിന്നെ ഞാൻ അലൻ മോൻ വിഷമിക്കില്ലേ? ഏഞ്ചൽ മോളത്തെ എങ്ങനെ കരയുന്നേ? അലൻ ഏഞ്ചലിന് എന്ത് ഇഷ്ടമാണെന്നറിയോ? എത്ര ദൂരത്തുനിന്നാണെന്നറിയോ അലൻ ഏഞ്ചലിനെ കാണാൻ വന്നത്? എന്നിട്ട് ഏഞ്ചൽ എങ്ങനെയാണോ സംസാരിക്കേണ്ടത്? വേണ്ട സിസ്റ്റർമ്മ, കുഴപ്പമില്ല. ഇനി സമയമുണ്ടല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ എന്നെ വിളിച്ചാലും ഞാൻ പോവില്ല ഏഞ്ചൽ, നീ ഇല്ലാതെ. ഹായ് വൈറ്റ് റോസ്, ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഇതിലെന്ത് എഴുതിയിട്ടുണ്ടല്ലോ? ഏഞ്ചൽ, ഈ വൈറ്റ് റോസുകളെ പോലെയായിരുന്നു നീയും. വിടർന്ന് പുഞ്ചിരിച്ച് മൃദുലമായ ഒന്ന്. ആ ഏഞ്ചലിനെ എനിക്ക് തിരിച്ചു തരാമോ? എന്നെ ഏഞ്ചലിന് ഒരുപാട് ഇഷ്ടമുള്ള ആൾ വൈറ്റ് റോസ്. ഏഞ്ചലിന് ഇഷ്ടമുള്ള ആളോ? സിസ്റ്റർ അമ്മ, ഇതാരാ ഇവിടെ വെച്ചേ? ആ വൈറ്റ് റോസ് അല്ലേ? അത് അലൻ വെച്ചതാ. അലനോ? ആ അലൻ തന്നെ. അലന്താ പുറത്ത് വെക്കുന്നുണ്ടല്ലോ. ഏഞ്ചലിന് അതിഷ്ടമായോ? അത് പിന്നെ ഏഞ്ചലിന് ഒത്തിരി ഇഷ്ടമായി. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചനാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനമിന്ന നാളം ആരും കാണാത്ത ദീപാങ്കുരം. എനിക്ക് എത്ര നല്ല ശബ്ദം ഉണ്ടായിട്ടും ഞാൻ എന്താരോട് സംസാരിക്കാതിരുന്നതെന്ന് എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു ശബ്ദം ഉണ്ടെന്ന് പോലെ ഞാൻ തിരിച്ചറിഞ്ഞത് ആ ചോദ്യം ചോദിച്ച ആൾക്കാരനും തന്നെയാണ്. അലൻ, ഇത് ഞാൻ എവിടെയാ? നിനക്കിന്തഴകാണഴകേ നിറവാർമഴയിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ. ഏഞ്ചൽ എന്താ വരയ്ക്കുന്നേ? നോക്കട്ടെ. ഏഞ്ചൽ കാണിച്ചു തരില്ല. ഹേയ് ഏഞ്ചൽ, വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ
തൊട്ടോട്ടെ ഞാൻ മെയ്യിൽ തൊട്ടോട്ടെ ഞാൻ നിനക്കെന്തഴകാണഴകേ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതിനോടൊപ്പം അവർ തമ്മിലുള്ള ബന്ധം പഴയതിനേക്കാളും അടുത്തുകൊണ്ടിരുന്നു. ഏഞ്ചലിന് അലനോടുണ്ടായിരുന്ന കണക്ഷൻ തിരിച്ചു വന്നു. കൂടാതെ ഏഞ്ചലിന് പഴയ ഓർമ്മകൾ പതുക്കെയാണെങ്കിലും തിരിച്ചു വരാൻ തുടങ്ങി. അലൻ മോനെ, നിനക്കൊരു കത്തുണ്ടല്ലോ. കത്തോ? എനിക്കോ? പപ്പ. എന്താ എന്താ വെച്ച് അലൻ? സിസ്റ്റർമ്മ, പപ്പയ്ക്ക് പെട്ടെന്ന് എന്തോ സുഖമില്ല. ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് പപ്പയുടെ ഫ്രണ്ട് അയച്ചതായി കത്ത്. എന്നാ പിന്നെ മോനെ നീ വേഗം ചെന്നോ. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, പപ്പയ്ക്ക് വേണ്ടിയല്ലേ. പക്ഷെ സിസ്റ്റർമ്മ, ഏഞ്ചലിനിപ്പോൾ സുഖമായിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് പോയി എന്നറിഞ്ഞ ഏഞ്ചൽ. അത് ശരിയാണ്. പക്ഷെ മോൻ ഇവിടെ ഇത്രയും നാൾ നിന്ന് അവൾ എങ്ങനെയാ നോക്കിയെന്ന് കാണാത്ത ഇവിടെ ആരുമില്ല. അതിന് ഞങ്ങൾക്കെല്ലാവർക്കും അലനോട് ഒരുപാട് കടപ്പാടുണ്ട്. പക്ഷെ ഏഞ്ചൽ കാരണം അലൻ പപ്പയുടെ അടുത്ത് പോകാതിരിക്കരുത്. സിസ്റ്റർമ്മ, ഞാൻ പോയാലും പെട്ടെന്നൊരു തിരിച്ചുവരവ് എനിക്കറിയില്ല. മോനെ നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ ഏഞ്ചലിനെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. പിന്നെ ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന മോൻ്റെ കൂടെ ഉണ്ടാവും. മോൻ ഏതായാലും നാളെ തന്നെ പൊക്കോ. ഏഞ്ചൽ. ഹായ് അലൻ. അലൻ ഇങ്ങോട്ട് വന്നേ. ഏഞ്ചൽ അലനൊരു സമ്മാനം തരാനുണ്ട്. സമ്മാനോ? എനിക്കോ? എവിടെ? ദാ പിടിക്ക്. വൈറ്റ് റോസ്. ഇത് ഏഞ്ചൽ വരച്ചതാണോ? അതെ, ഏഞ്ചൽ വരച്ചതാ. അലന് 3 വൈറ്റ് റോസിന്റെ അർത്ഥം എന്താണെന്നറിയോ? 3 വൈറ്റ് റോസസ്. 3 വൈറ്റ് റോസ് ആണെങ്കിൽ ഐ ലവ് യു. എന്താ? 3 വൈറ്റ് റോസസിന്റെ മീനിങ് ആണ് ഐ ലവ് യു. ഐ ലവ് യു. ഹാ, ശരിയാണല്ലോ. അലനതെങ്ങനെ മനസ്സിലായി? 3 വൈറ്റ് റോസസ്. ഏഞ്ചൽ എന്നെ ഓർമ്മ വന്നോ? നീ ഇങ്ങോട്ട് നോക്ക്. നീ ഇപ്പോൾ പറഞ്ഞത് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? ഏഞ്ചലോ? ഇല്ലല്ലോ. ഏഞ്ചൽ, നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴേലും. ഇല്ലല്ലോ. എന്താ അലൻ? അതൊന്നുമില്ല. ഞാൻ പോവുക. ഏഞ്ചൽ ഉറങ്ങിക്കോ. അലനെന്താ അങ്ങനെ പറഞ്ഞേ? ഏഞ്ചലിനൊന്നും ഓർമ്മയില്ല. ഏഞ്ചൽ കാരണം അലൻ ഒത്തിരി വിഷമമായല്ലോ. അലൻ വേഗം വന്നോ. എനിക്ക് റെഡ് വേണം, വൈറ്റ് വേണം. അലൻ ഏഞ്ചൽ നോക്കി. ഈ എൻ്റെ വാക്ക്. ഈ വൈറ്റ് റോസ് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന അലുണ്ട്. ത്രീ വൈറ്റ് റോസസ് ആണെങ്കിൽ ഐ ലവ് യു. എന്താ? 3 വൈറ്റ് റോസസിന്റെ മീനിങ് ആണ് ഐ ലവ് യു. അലൻ, എനിക്കെല്ലാം ഓർമ്മ വന്നു. അലൻ, വൈറ്റ് റോസ് കോളേജ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അലൻ, എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്കിതിപ്പോൾ തന്നെ പറയണം. സിസ്റ്റർമ്മ, അലൻ എവിടെ? അത് പിന്നെ മോളെ, അലന് പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വന്നു. അലൻ്റെ പപ്പയ്ക്ക് സുഖമില്ല. ഞാൻ അവനോട് പറഞ്ഞത് മോളോട് പറയണ്ടെന്ന്. മോളെ നീ ഇതെങ്ങോട്ടാ? എന്നിട്ട് അലൻ ഏഞ്ചലിനെ കണ്ടോ? പിന്നെന്താ സംഭവിച്ചത്? അന്ന സ്ഥലം എത്തി. അയ്യോ, പക്ഷെ മുഴുവനാക്കിയിട്ട് പോയാൽ മതി. വെറുതെ സസ്പെൻസിലല്ലേ അലൻ. എനിക്കിതിൻ്റെ ബാക്കി അറിഞ്ഞില്ലെങ്കിൽ ഇനി ഉറക്കം പോലും വരില്ല. അതുകൊണ്ടാ. അതിനുള്ള ഉത്തരം എന്നോടല്ല, ആ ഏഞ്ചലിനോട് തന്നെ നേരിട്ട് ചോദിക്കുന്നതാ നല്ലത്. എന്നാ പിന്നെ അലൻ ഏതായാലും ഏഞ്ചലിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നേ. തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ. അന്നയ്ക്ക് ഏഞ്ചലിനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ താൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഏഞ്ചലിനെയും അവിടുത്തെ ഓർഫനേജും സിസ്റ്ററമ്മേനെയും സിസ്റ്റേഴ്സിനെയും എനിക്ക് എല്ലാവരെയും കാണാൻ തോന്നുന്നു.
എന്നെ കൊണ്ടുപോകൂ പ്ലീസ്. അന്നെ ഏതായാലും ഇത്രയ്ക്ക് ആഗ്രഹിച്ചതല്ലേ, ഞാൻ കൊണ്ടുപോവാം, വാ. ആഹാ, അലനോ? ഇതാരാ മോനെ കൂടെ? വരുന്ന വഴിക്ക് ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട കുട്ടിയാ അന്ന. ഞങ്ങളുടെ സ്റ്റോറീസൊക്കെ കേട്ടപ്പോൾ അന്നയ്ക്ക് ഏഞ്ചലിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. ആഹാ, ആണോ മോളെ? അത് പിന്നെ അലൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്കിവിടെ വന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. അതേതായാലും നന്നായി. അല്ല സിസ്റ്റർ, ഏഞ്ചൽ എവിടെ? ഏഞ്ചലിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഏഞ്ചല് പള്ളിയിലുണ്ടാവും, അവളുടെ ചേച്ചിയുടെ അടുത്ത്. മിയ പോയതോടെ മിക്ക സമയം ഏഞ്ചല് മിയയുടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ആര് പോയി വിളിച്ചാലും അവൾ വരാൻ കൂട്ടാക്കാറില്ല. നിങ്ങൾ ഏതായാലും ഒന്ന് പോയി നോക്ക്. പാവം, ഏഞ്ചല് ചെറിയ പ്രായത്തിൽ തന്നെ എന്തോരം വേദന അനുഭവിച്ചു. ഏതായാലും അലനെ കാണുമ്പോൾ ഏഞ്ചലിന് ഒരുപാട് സന്തോഷമാവും. എന്നെ കാണുന്നതിനേക്കാളും അന്നയെ കാണുമ്പോഴായിരിക്കും ഏഞ്ചലിന് കൂടുതൽ സന്തോഷമാവുന്നത്. മിയ ചേച്ചിയോ ഏഞ്ചലിനെയോ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പക്ഷേ അറിഞ്ഞിടത്തോളം വെച്ച് എനിക്ക് നിങ്ങളൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടതായി. അല്ല, അലൻ ഏഞ്ചലിനെ കണ്ടില്ലല്ലോ. സിസ്റ്റർ പറഞ്ഞത് മിയ ചേച്ചിയുടെ അടുത്തുണ്ടാവുന്നല്ലേ? അതെ അന്ന, ഏഞ്ചൽ അന്ന് അവിടെ മീൻ ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോൾ മരിച്ചപ്പോഴും അവരൊരുമിച്ച്. അലൻ, ഇതെന്താ ഇത്? ഏഞ്ചൽ മരിച്ചെന്നോ? അന്ന, നീ എന്നോട് ചോദിച്ചില്ലേ പിന്നെ ഞാൻ ഏഞ്ചലിനെ കണ്ടുവന്ന്. അന്ന് ഞാൻ ഓർഫനേജിൽ നിന്ന് പോയ ശേഷം ഏഞ്ചൽ എൻ്റെ പുറകെ ഓടി. അവളെന്നെ വിളിച്ചു, പക്ഷേ ഞാൻ വൈകി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ അവൾ അവസാനമായി കണ്ടത് റോഡരികിലാണ്. രക്തത്തിൽ കുളിച്ച് കിടന്നപ്പോഴും അവളുടെ ചോര പുരണ്ട 3 വൈറ്റ് റോസ് അവള് നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അലനവളെ നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു മരണത്തിനും ഒരു വിധിക്കും ഞങ്ങളെ വേർപിടിക്കാൻ പറ്റിയില്ല. അന്ന, ഏഞ്ചലില്ലാത്ത ഈ ലോകത്തിൽ ഈ അലനുണ്ടായിട്ടില്ല. അലൻ, താനിതെന്തൊക്കെയാ പറയുന്നേ? അലൻ, അലൻ, മോളെ ആരോടാ ഈ സംസാരിക്കുന്ന ഈ ഒറ്റയ്ക്ക് നിന്ന്? അതും ഈ അസമയത്ത്? ഈ സമയത്തൊന്നും ഇവിടെ ആരും ഒറ്റയ്ക്ക് വരാറില്ല. അല്ല അലൻ, ഏഞ്ചൽ, സിസ്റ്റർ അമ്മ, ഇവിടെ അലനിപ്പോ? അലനോ? ഏഞ്ചലോ? മോളിത് എന്ത് വിചാരിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്? അവരൊക്കെ മരിച്ചിട്ട് ഇപ്പൊ 5-10 കൊല്ലമായല്ലോ. അപ്പോ അതിനർത്ഥം അലൻ